ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ റിവൈസ്ഡ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാത്തവർ എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്ത നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. ആദ്യം റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പരാതികളൊക്കെ പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ ഒന്നുകൂടി റിവൈസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. അതൊന്നുകൂടി എല്ലാവരും പരിശോധിക്കുക. റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് ഓരോരുത്തരുടെയും റാങ്ക് അറിയാവുന്നതാണ്. 2 തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് DPharmന്റെ റാങ്ക് ലിസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റും ഉണ്ട്. ഇങ്ങനെ 2 റാങ്ക് ലിസ്റ്റ് ആണ് ഉണ്ടാവുക. DPharmന് അപ്ലൈ ചെയ്തവർക്ക് DPharm എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റാങ്ക് കാണാവുന്നതാണ്. മറ്റു പാരാമെഡിക്കൽ കോഴ്സുകളാണെങ്കിൽ DHI ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റാങ്ക് ഏതാണെന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കോട്ട വൈസിലുള്ള റാങ്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ബേസിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നോക്കാൻ വേണ്ടി സ്റ്റേറ്റ് മെറിറ്റ് എന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി കമ്മ്യൂണിറ്റി റാങ്ക് അറിയണമെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി പെടുന്നതാണെങ്കിൽ, ഇപ്പൊ EWS ആണെങ്കിൽ അങ്ങനെ EWS റാങ്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി വൈസിലുള്ള റാങ്കും അറിയാൻ സാധിക്കുന്നതാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയതിനു ശേഷം അടുത്ത ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഓരോ കോഴ്സിന്റെയും കോളേജിന്റെയും ഓപ്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയാൻ നിങ്ങൾ ഇടയ്ക്കിടെ വെബ്സൈറ്റ് നോക്കണം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ട്രയൽ അലോട്ട്മെന്റ് വരിക. ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഇങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പുകൾ വരുന്നത്. ഇവിടെ റാങ്ക് ലിസ്റ്റ് ഓരോ കാൻഡിഡേറ്റിന്റെയും ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പേരല്ല. ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓരോ സബ്ജക്റ്റിലും കിട്ടിയ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് റാങ്ക് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് റാങ്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. LBSന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി കാണാം. താങ്ക്